ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് 2 മണിയോടുകൂടി ആരംഭിച്ച വിലാപയാത്രയാണ് 7 മണിക്കൂർ പിന്നിട്ട് ആലപ്പുഴയിൽ എത്തിക്കാനായിരുന്നു തീരുമാനം. അത്തരത്തിലായിരുന്നു ക്രമീകരണം. നോക്കൂ, 15 മണിക്കൂർ പിന്നിട്ടപ്പോഴും കൊല്ലം കടന്നിട്ടില്ല വിലാപയാത്ര. ഇപ്പോഴും ഇനിയുമുണ്ട് സഞ്ചരിക്കാൻ ഏറെ കിലോമീറ്ററുകൾ VSന് ജന്മനാട്ടിലേക്ക്. ഇനിയുമുണ്ട് 60ഓളം കിലോമീറ്ററുകൾ. അതിനിടയ്ക്ക് ഏകദേശം 11ഓളം പ്രധാന കേന്ദ്രങ്ങളിൽ VSന് അന്തിമോപചാരം അർപ്പിക്കാനായി ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 7 മണിയെങ്കിലും കഴിയും കൊല്ലം പിന്നിടാൻ, ആലപ്പുഴയിലേക്ക് പ്രവേശിക്കാൻ എന്ന കണക്കുകൂട്ടലാണ് നിലവിലുള്ളത്. മഴ പെയ്യുന്നുണ്ട്, കർക്കിടക രാവിലെ മഴ പെയ്യുന്നുണ്ട്. വിപ്ലവകാരികൾ എന്നും മുഴക്കുന്ന വിപ്ലവ മുദ്രാവാക്യം പോലെ ഒരു നിലവിൽ ഇടിവെട്ടിയുടലുറവൂട്ടുന്ന കർക്കിടക രാവിലെ മഴയല്ല വിപ്ലവം. തമ്പുരാൻ നുള്ളിയാൽ ഞെട്ടറ്റു വീഴുന്ന ചമ്പകപ്പൂവിലെ പുഴുവല്ല വിപ്ലവം. മാനവമോചന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ച സഖാക്കളാണ്, പ്രവർത്തകരാണ്, സാധാരണക്കാരനാണ്. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ തന്നെ തലമുറകളിലേക്ക് കൈമാറാനുള്ള ഊർജമാണ്. ആ ഊർജം ഒന്നുകൂടെ കണ്ടാവാഹിക്കാനാണ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. എന്തായിരുന്നു VS എന്ന മനുഷ്യന്മാരിൽ VS അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മൺമറഞ്ഞു പോകുന്നത്. കാലത്തിനതീതമായി, ചരിത്രത്തിനതീതമായി ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് നിസ്സംശയം ഉത്തരം പറഞ്ഞു വെക്കാം VS അച്യുതാനന്ദൻ എന്ന. ഈ കാണുന്ന കാഴ്ചകൾ സത്യമാണ്, ഇത് മിഥ്യയല്ല. കണ്ണ് നിറച്ച് കണ്ടുവെക്കേണ്ട കാഴ്ചകളാണ്, ഹൃദയത്തിലേക്ക് ഏറ്റി വെക്കേണ്ട കാഴ്ചകളാണ്. ചില കാഴ്ചകളെങ്കിലും നമ്മൾ കാണുന്നത് കണ്ടുകൊണ്ടല്ല, ഹൃദയങ്ങൾ കൊണ്ടാണ്. അത്രത്തോളം ഹൃദയഭേദകമാകുന്ന ഓരോ കാഴ്ചകളും. കണ്ണീരണിഞ്ഞുകൊണ്ടല്ലാതെ വാക്കുകൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇടമുറിഞ്ഞു പോകുന്നത്, ചങ്കിനകത്ത് ഒരു പിടച്ചിലുണ്ടാകുന്നത്, അവിടെ വാക്കുകൾ വേർപെട്ടു പോകുന്നത് VS ആയതുകൊണ്ടാണ്. VSനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ്. ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാകില്ല ഒരാൾക്കും VSനെ. അത്രയേറെ ഓർമ്മകളാണ് ഈ കടന്നുപോയ കാലഘട്ടങ്ങളിൽ. ഒരു നൂറ്റാണ്ട് നമ്മളിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. നമ്മൾ വളർന്നത് VSനെ കണ്ടാണ്. നമ്മളിൽ പലരും ആവേശം ഉൾക്കൊണ്ടത് VSനെ കണ്ടാണ്. പലരും പാർട്ടിയിലേക്ക് എത്തിയത്, പാർട്ടിയിൽ പിടിച്ചു നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുന്നത്, വിപ്ലവ മാനവ മോചന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. അതിൻ്റെ കാരണം VSും കൂടെയാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ ആ മനുഷ്യനായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മണിക്കൂറുകൾ കാത്തുനിന്ന് വിലാപയാത്രയുടെ 15 മണിക്കൂറുകൾ പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പോലും പല ഭാഗങ്ങളിലും കോരിച്ചൊരിയുന്ന മഴയെപ്പോലും അവഗണിച്ച് ചൂടിയായാലും മഴ നനഞ്ഞായാലും VSനായി കാത്തിരിക്കുന്നതും മുദ്രാവാക്യം മുഴക്കുന്നതും. അത് VS ആയതുകൊണ്ട് കൂടിയാണ്. VS ഒരു മനുഷ്യനായി മനുഷ്യർക്കിടയിൽ ജീവിച്ചത് കൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് രീതിയിൽ ഒരു മനുഷ്യനാകാൻ കഴിയുമെന്ന് കാണിച്ചു തന്നതാണ് VS. ആ കാഴ്ച കണ്ട് അടയാളപ്പെടുത്തേണ്ടതാണ്. കണ്ട് മനസ്സിലേക്ക് എക്കാലത്തെയും ഓർമ്മയായി സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലെ ഏറ്റവും നല്ല ഓർമ്മയായി സൂക്ഷിക്കേണ്ട ഓർമ്മകളാണ് കടന്നു പോകുന്നത്, നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. VS ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളും ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. VSനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ മഴയത്തും ഈ പുലർരാവിലും കഴിഞ്ഞു പോയ വിയോഗ വാർത്തയുടെ മണിക്കൂറുകളിലൊക്കെയും VSന് വേണ്ടി ഒന്നടങ്കം മുദ്രാവാക്യം വിളിച്ചവരിൽ കുഞ്ഞുങ്ങളുമുണ്ട്. 10 വയസ്സിന് താഴെ വാക്കുറച്ചു വരുന്ന മക്കൾ വരെയുണ്ട്. ആ മക്കളോട് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ AKG കണ്ടിട്ടില്ല, കൃഷ്ണപിള്ളയെ കണ്ടിട്ടില്ല. അതുപോലുള്ള മഹാനമായ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് VS. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജ്വലിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ഈ യുവതലമുറയ്ക്ക് വളരെയേറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 തെറ്റുപുഷ്പം നടത്തുന്നത്. ഞങ്ങളുടെ നല്ലൊരു നേതാവാണ്. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ VSനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഊർജം തരുന്ന ഒരു നേതാവായിരുന്നു VS. പിന്നെ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ട് VSനെ കാണാൻ ഇവിടെ വന്നേക്കുക. വിയോഗം വലിയൊരു നഷ്ടം തന്നെ, കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു നഷ്ടം തന്നെ.
അപാലവൃതം ജനങ്ങളുണ്ട്. ആദ്യമായും അവസാനമായും വി എസിനെ ഒരു നോക്ക് കാണാൻ വന്നതാണ് എന്ന് ആ കുഞ്ഞു പറഞ്ഞല്ലോ. ആദ്യമായി ഇന്നുവരെ കണ്ടിട്ടുണ്ടാകില്ല വി എസിനെ നേരിട്ട്. ആ വി എസിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, വി എസിനെ അന്ത്യയാത്രയാക്കാൻ ഞങ്ങളും പോയിരുന്നു എന്നുള്ളത് പോലും ഒരു ആവേശമായി കാണുന്ന മനുഷ്യന്മാരാണ്. സർവനാശം വിതച്ച ആലപ്പാട് തകർന്നടിഞ്ഞപ്പോൾ 100 വീട് വെച്ചു കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ ആ വീടിന്റെ പണി എങ്ങനെയുണ്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒട്ടനവധി പ്രാവശ്യം കടൽ തീരത്ത് വന്ന വി എസ്. അതാണ് വി എസ്. ഓരോ മനുഷ്യന്മാർക്കും ഓരോ ഓർമ്മയാണ് വി എസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ, ഒരു മനുഷ്യൻ ഇത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമോ, അത് തെളിയിക്കുക കൂടിയാണ് വി എസ് എന്ന രണ്ടക്ഷരം. മരണത്തിന് ശേഷവും കാലത്തിനപ്പുറത്തേക്ക് ഇത്രയേറെ മനുഷ്യന്മാർ ഒരാളെ കാത്തു നിൽക്കണമെങ്കിൽ ആ ആൾ ഉണ്ടാക്കിയ സ്വാധീനം എത്രത്തോളമാകും അദ്ദേഹത്തിൻ്റെ മനുഷ്യന്മാരിൽ നിന്ന് കാണിച്ചു തരുന്ന കാഴ്ചകളാണ്. കണ്ണു നിറഞ്ഞു പോകുന്ന കാഴ്ചകളാണ്, വിവരണാതീതമാണ്. വിവരിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം ഉറക്കമിളച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയിലും വി എസിനെ കാത്ത് ഒരു കൂട്ടം മനുഷ്യന്മാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അതാണ് സത്യം. പകലുപോലെ സത്യമായത്. കടന്നു പോയത് ഒരു രാത്രിയേ ആയിരുന്നില്ല എന്ന് ഈ ഉണർന്നിരിക്കുന്ന മനുഷ്യന്മാർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. വി എസ് അച്യുതാനന്ദൻ, കണ്ണേ കരളേ വി എസ് എന്ന് മലയാളി ആർത്ത് വിളിച്ചത് ഒരൊറ്റ മനുഷ്യനെ നോക്കിയാണ്, വി എസ് അച്യുതാനന്ദനെ നോക്കിയാണ്. കണ്ണും കരളുമായതുകൊണ്ടാണ് കണ്ണേ കരളേ എന്ന് ഏറ്റവും സ്നേഹത്തിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത ആളുകളെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. കണ്ണേ എന്നും കരളേ എന്നും ഏറ്റവും സ്നേഹത്തോടെ അല്ലാതെ നമുക്കൊരാളെ വിളിക്കാനാകില്ല. ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടലാക്കോട് കൂടി വിളിക്കേണ്ട പേരുമോ അല്ല കണ്ണേ കരളേ എന്ന്. കണ്ണേ കരളേ എന്ന് നീട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വി എസ് അച്യുതാനന്ദൻ ആയതുകൊണ്ടാണ്. വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരിൽ ഒരാളായതുകൊണ്ടാണ്. ജനങ്ങളുടെ മനസ്സിൽ കുടിയിരുന്ന മനുഷ്യനായതുകൊണ്ടാണ്. എത്ര പെട്ടെന്ന് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് കുടിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ബുദ്ധിമുട്ടേറിയ ഓരോ പ്രയത്നങ്ങളെയും വളരെ അനായാസേന സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ അനായാസേന വിജയിച്ച ഒരു മനുഷ്യനാണ് കടന്നു പോകുന്നത്. മരണത്തിനൊരു മനുഷ്യൻ അതീതനാകുന്നത് ഇതുകൊണ്ടൊക്കെ കൂടെയാണ്. കാരണം ആ ഓർമ്മകൾ മരിക്കുന്നില്ല, ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങൾ അത് അനശ്വരമായി ഈ ലോകത്ത്, ഈ വായുവിൽ എന്നും തങ്ങി നിൽക്കും. വി എസ് അച്യുതാനന്ദന് അഭിമാനിക്കാവുന്നതിലേറെ വീരോചിതമായ യാത്രയപ്പാണ് കേരളക്കര നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിമ ചിമ്മാതെ വിട്ട് ഒരു പോള കണ്ണടയ്ക്കാതെ കുഞ്ഞുങ്ങളെ വരെ തോളിലേറ്റിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ് വി എസിനെ. പിന്നിട്ട വഴികളിലെല്ലാം ആബാലവൃദ്ധം ജനങ്ങളായിരുന്നു, പരിശുദ്ധം കൂടി ജനങ്ങളായിരുന്നു കാത്തിരുന്നതെങ്കിൽ ഇനിയും കാത്തിരിക്കുന്നുണ്ട് അത്രയേറെ. കാരണം ജന്മനാട്ടിലേക്കുള്ള വഴിയിലേക്ക് പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും കിലോമീറ്ററുകൾ പിന്നിടാനുണ്ട്, ഇനിയും പോകാനുണ്ട് ഏറെ ദൂരം.